ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കിളിക്കൂടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു മലബാർ സ്പെഷ്യൽ റെസിപ്പിയാണ്. ബേഡ്സ് നെക്സ്റ്റ് അല്ലെങ്കിൽ കിളിക്കൂട് എന്ന് പറയുന്ന റെസിപ്പിയാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഫ്, കുറച്ച് ഉപ്പും മുളകും കൂടെ ഇട്ട് കുക്കറിലൊന്ന് വേവിച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു മീഡിയം സൈസുള്ള 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതും ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് വയ്ക്കുക. പൊട്ടും വെള്ളം ഇല്ലാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു പാൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ചിട്ടോ ഒരു കറിവേപ്പില. പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണോളം വെളുത്തുള്ളിയും 1 ടീസ്പൂണോളം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫിലും പൊട്ടറ്റോയിലും ഒക്കെ ഉപ്പിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് വേണം ഇനി ഉപ്പിടാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇല്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തവി വെച്ചൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ തന്നെ വെജിറ്റബിളായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മുട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബീഫാണ് ചേർക്കുന്നത്. അപ്പോൾ ബീഫിന് പകരം ചിക്കൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ ഈ പൊട്ടറ്റോ മാത്രമായിട്ടാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. എന്നിട്ട് ഞാൻ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ ചിക്കൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ചിക്കൻ ഇതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ട് മുറിച്ചെടുക്കുക. പിന്നെ ഒരു മുട്ട നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സേമിയാണ്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന സേമിയില്ലേ, അതിതുപോലെ ഒന്ന് കൈങ്ങ് വെച്ചൊന്ന് പൊടിച്ചു കൊടുക്കുക. നമുക്ക് നമ്മുടെ കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് ചൂടാറിയതിന് ശേഷം കുറച്ചെടുത്തിട്ട് ഇതുപോലത്തെ ഓരോ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ചെറുതായിട്ട് കൈ വെച്ച് ഇങ്ങനെ കുഴിച്ചു കൊടുക്കുക. ഒന്ന് പരത്തിയതിന് ശേഷം കുഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആദ്യം മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയില്ല, ആ മുട്ടയിൽ നിന്ന് ഒരു പീസ് എടുത്ത് ചേർക്കുക. അപ്പോൾ ഇത് ഞാൻ കോഴിമുട്ടയാട്ടോ എടുത്തേക്കുന്നത്. ഇതിന് പകരം കാടമുട്ടയില്ല, ചെറിയ കാടമുട്ട ചേർത്താലും മതിയാവും. ഏതാണോ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെയും നല്ലോണം ഒന്ന് ബോളാക്കി എടുക്കുക. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഷേപ്പ് എന്ന് തോന്നുന്നു. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അടുത്തത് എടുത്തിട്ട് ഇതുപോലെ നടുവേ കുഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മുട്ടയുടെ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുട്ടയുടെ ഇതിൽ മിക്സിയിൽ വെച്ച് ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മുടെ സേമിയ ഒന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പം ബ്രെഡ് ക്രംസ് പൊതിയണ അത്ര ഈസി അല്ല കേട്ടോ. നമ്മൾ ബ്രെഡ് ക്രംസ് പൊതിയുന്ന പോലെ തന്നെ ചെയ്യുക. പക്ഷേ ഇത് ഇതിലേക്ക് പറ്റി പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്ത് ചെയ്യാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസിൽ മുക്കാം കേട്ടോ. പക്ഷേ ഇത് ഈ സേമിയയിൽ മുക്കുന്നതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ടയിൽ മുക്കുന്ന കൈ കൊണ്ട് ഇത് പൊതിയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മുട്ടയുടെ വെള്ളമൊക്കെ ഒന്ന് മിക്സായി പോവും. അപ്പോൾ മറ്റേ കൈ ഉപയോഗിച്ച് വേണം ഇത് പൊതിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ ഒത്തിരി കൂട്ടി വെക്കാണ്ട് ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇടണം. നമ്മുടെ ഓരോ ബോൾസും ഇതുപോലെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്പൂൺ വെച്ച് ബാക്കിയുള്ള സൈഡും കൂടെ മറ്റേ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. ഓൾറെഡി നമ്മുടെ ബീഫും പൊട്ടറ്റോ ഒക്കെ കുക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം വെച്ചാൽ മതിയാവും. ദേ അങ്ങനെ നമ്മുടെ ബേഡ്സ് നെസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് എന്ന് പറയണം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെയും ചെയ്യാം.